ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ ചൈതന്യം നമ്മുടെ വിഷയം എന്നതാണ്. നാളെ നമുക്ക് പശ്ചാത്താപമാണ് നമ്മുടെ വിഷയം. പരിശുദ്ധമായ റജബ് മാസം നമ്മളിൽ സമാഗതമായി വിടചൊല്ലിപ്പോയി. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് പുണ്യമായ ശഅബാനിന്റെ മാസത്തിലാണ്. ഇനി വരാനുള്ളത് എല്ലാത്തിനേക്കാളും പവിത്രമേറിയ റമളാനിന്റെ മാസമാണ്. ഇത് ഈ 3 മാസവും പുണ്യമായ മാസങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കപ്പെട്ട മാസങ്ങളിൽ മർമ്മപ്രധാനമായ മാസമാണ് റജബിന്റെ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൽ ലിതത്ഹീരിൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബിന്റെ മാസം. ആ റജബ് മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. എത്ര പേരുടെ ശരീരമാണ് ശുദ്ധീകരിച്ചതെന്ന് അള്ളാഹുവിനറിയാം. എങ്ങനെയാണ് ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടത്? ബിൽ ഇബാദത്തി, ആരാധനകൾ കൊണ്ട് ശുദ്ധീകരിക്കേണ്ടതാണ്. പരിശുദ്ധമായ റജബിന്റെ മാസം സമാഗതമാകുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്. 2 മാസം മുമ്പ് മുതലുള്ള ഒരുക്കമാണ് പരിശുദ്ധമായ റമളാനിനു വേണ്ടി. അതാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ റജബ് മാസം എത്തുമ്പോൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ. അല്ലാഹുവേ, മഗ്ഫിറത്തിന്റെ മാസമായ മർഹമത്തിന്റെ മാസമായ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണമേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, ആ റജബിന്റെ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഈ മാസം ഏതാണ്? ആ റജബിനേക്കാൾ ശ്രേഷ്ഠമേറിയ ശഅബാനിന്റെ മാസമാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മാസമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയി, ശഅബാനു ശഹരി വറമളാനു ശഹ്റു ഉമ്മത്തി. എന്റെ മാസമാണ് ശഅബാനിന്റെ മാസം. എന്റെ മാസമാണ് ശഅബാനിന്റെ മാസം. റമളാനിന്റെ മാസം ലോക ഉമ്മത്തിന്റെ മാസമാണ്. അവരുടെ ആശാ കേന്ദ്രമാണത്. പാപമോചനത്തിന്റെ മാസമാണ് വരാനിരിക്കുന്ന റമളാൻ. മഗ്ഫിറത്തിന്റെ വാതിലുകളെ തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. കാരുണ്യത്തിന്റെ മാസമാണ് റമളാൻ. പിശാചിനെ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെടുന്ന മാസമാണ് റമളാൻ. ആ റമളാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി ശഅബാനിൽ കൂടുതൽ കൂടുതൽ നോമ്പെടുക്കുകയും ഇബാദത്തിൽ വ്യാപൃതനാവുകയും ചെയ്തിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചുപോയി. ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചുപോയി, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ ഞാൻ കാണുകയാണ് എല്ലാ മാസത്തേക്കാൾ ഈ ശഅബാനിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നല്ലോ നബിയെ. ബഹുമാനപ്പെട്ട പ്രവാചകൻ അതിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു പോയി, അതെ, എല്ലാ അനുയായികളും എല്ലാ സഹോദരങ്ങളും അശ്രദ്ധയിൽ കഴിയുന്ന മാസമാണ് ശഅബാനിന്റെ മാസം. ഈ മാസത്തിൽ അശ്രദ്ധയിൽ കഴിയുന്നു. യഗ്ഫിലുന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമായ ഈ ശഅബാനിന്റെ മാസത്തെ അവർ വിസ്മരിച്ചു പോകുന്നു. എത്രയോ അനുഗ്രഹീതമായ മാസങ്ങളാണ്. ലിഅന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ. ധാരാളം നന്മകൾ വ്യാപിക്കുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. ഈ മാസത്തെ മറന്നു പോകുന്നു എന്റെ അനുയായികൾ. മാത്രമല്ല, ആകാശ ലോകത്തേക്ക് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് മനുഷ്യ മക്കളെ നിങ്ങളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. അതുകൊണ്ട് ഫഉഹിബ്ബു, ഞാൻ ആഗ്രഹിക്കുന്നു, ഈ ശഅബാനിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുകയും കൂടുതൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എന്റെ അമലുകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ വാന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു സഹാബത്തെ എന്ന് നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ പുണ്യമേറിയ മാസമാണ് ശഅബാൻ. ഹൃദയത്തെ ശുദ്ധീകരണം ചെയ്യേണ്ട മാസമാണ് ശഅബാൻ.
എങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധികലശം നടത്തേണ്ടത്? ബിൽ ഇസ്തിഗ്ഫാരി വത്തൗബത്തി, പാപമോചനത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ കരഞ്ഞ് കരഞ്ഞ് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീറിയ ഹൃദയവുമായി, പൊട്ടിപ്പോയ ഹൃദയവുമായി പടച്ചവനോട് മഗ്ഫിറത്തിന് വേണ്ടി യാചിക്കേണ്ട മാസമാണ് ഈ ശഅബാനിന്റെ മാസം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്താണ് ആ പശ്ചാത്താപം, എന്താണ് ആ ഇസ്തിഗ്ഫാർ, എന്താണ് പാപമോചനം? ഈ വിനീതൻ ഇൻഷാ അല്ലാഹ് നാളെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഈ മാസത്തെ നിങ്ങൾ അനുഗ്രഹീതമാക്കുക. ഈ മാസത്തെ നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത്, ഈ മാസത്തെ നിങ്ങൾ ആദരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധി വരുത്തിക്കൊണ്ടാണ്. ആത്മാവിനെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ് റമളാൻ. ആ റമളാനിനെ ശുദ്ധീകരിക്കേണ്ടത് ബിസ്സിയാം, നോമ്പ് പിടിച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിൽ പരിപൂർണമായി സജീവമായി പള്ളിയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ റമളാനിനെ നീ ഇഷ്ടപ്പെടുകയും അനുഷ്ഠാന കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്തുകൊണ്ട് നിന്റെ ആത്മാവിനെ നീ ശാന്തിയുള്ളതാക്കി മാറ്റുക. അങ്ങനെ ശാന്തിയുള്ള ആത്മാവിനാണ് പടച്ച തമ്പുരാന്റെ മുന്നിൽ സ്ഥാനമുള്ളത്. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, ഏ സമാധാനം പൂണ്ട ആത്മാവേ, നീ ദുഃഖിക്കേണ്ട, നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, പരിപൂർണമായ തൃപ്തിയോടെ സന്തോഷത്തോടെ നിന്റെ റബ്ബിന്റെ ദർബാറിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക, മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഒരു പ്രയാസമില്ലാത്ത എന്റെ ഭവനത്തിൽ, ദുഃഖമില്ലാത്ത എന്റെ ഭവനത്തിൽ, അവിടെ ഒരു കലഹമില്ല, അവിടെ ഒരു മരണമില്ല, അവിടെ കൊടും ചൂടില്ല, അവിടെ കൊടുങ്കാറ്റില്ല, അവിടെ ആരെയും പേടിക്കേണ്ട, അവിടെ നീ അല്ലാഹുവിനെ അനുസരിക്കേണ്ട, നിന്നെ ആരെയും ദ്രോഹിക്കുകയുമില്ല, നീ ആരെയും ദ്രോഹിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു ഭവനമായ സ്വർഗീയ ആരാമത്തിലേക്ക് ശാന്തിയടഞ്ഞ ആത്മാവേ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല ഏതൊരാത്മാവിനെ നോക്കിക്കൊണ്ട് പറയുന്നുവോ ആ ആത്മാവ് ആ നിലയിൽ സംസ്കരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നോൽക്കുക വേണം. അതിലൂടെ മാത്രമേ ആ റൂഹിനെ സംസ്കരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആ മാസമാണ് വരുന്ന റമളാനിന്റെ മാസം. അല്ലാഹു നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പരിശുദ്ധമായ റമളാനിനെ കുറിച്ചാണ് നമുക്കിന്നിവിടെ ചർച്ച. എന്തിനാണ് നോമ്പ്? എന്തിനാണ് റമളാൻ? റമളാൻ എന്നൊക്കെ പറയുമ്പോ എല്ലാവരും റമളാനിന്റെ സമയമാകുമ്പോ ഒരു തിരക്കാണ് പള്ളിയിൽ. ഏത് നമസ്കാരമില്ലാത്ത ഒരു റമളാനിന്റെ സമയമാകുമ്പോ ഭയങ്കരമായ തയ്യാറെടുപ്പോട് പള്ളിയിൽ കാണും. 27 രാവ് വരെ. 27 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെരുന്നാളായി. പിന്നെ ആലിമീങ്ങളൊന്നും ശവ്വാലിന്റെ മാസപ്പിറവി തീരുമാനിക്കണ്ട, ഇറച്ചിക്കച്ചവടക്കാരെ തീരുമാനിച്ച് വെട്ടാൻ തുടങ്ങും. അത് അവിടെ കണ്ടു പിറ, ഇവിടെ കണ്ടു പിറ, പരിപാടി അങ്ങ് കബൂലാക്കാൻ തുടങ്ങും. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, എന്താണ് റമളാൻ? കഞ്ഞി കുടിക്കലോ, അല്ലെങ്കിൽ പയറ് കൊടുക്കലോ, കുറെ ഈത്തപ്പഴം തിന്നലോ, കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആഹാരം കൊടുക്കലോ, ഇതൊക്കെയാണോ റമളാൻ? എന്താണ് റമളാൻ? എന്തിനാണ് റമളാനിന് റമളാൻ എന്ന് പേര് വയ്ക്കപ്പെട്ടത്? റമളാൻ എന്ന് പേര് വരാൻ കാരണം പലതും ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു. അതെല്ലാം വിശാലമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ചർച്ച ചെയ്താൽ നമ്മുടെ വിഷയം പൂർത്തീകരിക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ വിഷയം പശ്ചാത്താപം. അതുകൊണ്ട് റമളാനിന് റമളാൻ എന്ന് പേര് വെക്കാൻ കാരണം പാവങ്ങൾ കൊഴിച്ചു കളയുന്ന മാസമാണ് റമളാൻ, കരിച്ചു കളയുന്ന മാസമാണ് റമളാൻ. പാവങ്ങളെ കരിച്ചു കളയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പാവങ്ങളെല്ലാം കരിക്കപ്പെടുന്ന മാസമാണ് റമളാൻ.
റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? കരിക്കുക, കരിക്കുക. കൂടുതലും റമളാൻ മാസം വരുന്നത് ഭയങ്കരമായ ചൂടിന്റെ സമയത്താണ്. അതുകൊണ്ടാണ് അതിന് റമളാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. അതേപോലെ ചില സന്ദർഭങ്ങളിൽ വേനൽ കാലത്ത് വേനലിന് ശേഷം ഭയങ്കരമായ മഴ പെയ്യും. ആ മഴയ്ക്ക് പറയപ്പെടുന്ന പേര് റംളാ എന്നാണ്. അതുകൊണ്ട് റമളാൻ എന്ന് പേര് വെക്കപ്പെട്ടു എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. ആകെ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ പാവങ്ങൾ കഴുകിക്കളയുകയും ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യുകയും ചെയ്യുന്ന മാസം, അതാണ് പരിശുദ്ധമായ റമളാനിന്റെ മാസം.